പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം കരിഞ്ജീരകത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. കരിഞ്ജീരകത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. കരിഞ്ജീരകം ജീവിതത്തിൽ നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണ്. വൈറസുകളെ നിയന്ത്രിക്കുകയും രക്തം ശുദ്ധിയാക്കുകയും രക്തത്തിലെ അണുക്കളെ നിർജീവമാക്കി കളയുകയും ചെയ്യുന്ന അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളും ശ്രേഷ്ഠതകളുമുള്ള സാധനമാണ് കരിഞ്ജീരകം. വയറ് പെരുക്കത്തിന് നല്ലതാണ്. ക്ഷീണം, വേദന പോലെയുള്ള, എന്തിനേറെ പറയുന്നു, മരണം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് കരിഞ്ജീരകം. നമ്മളൊക്കെ ചൂടുവെള്ളം ഇട്ട് കുടിക്കുകയും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയോ തേനിൻ്റെ കൂടെ കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അണുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരത്തെ വാർത്തെടുക്കാൻ സാധിക്കും. രാവിലെ വെറും വയറ്റിലും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും കഴിച്ചാൽ അവൻ്റെ ശരീരത്തിന് നല്ല ബലം ഉണ്ടാവുകയും ക്ഷീണമില്ലാത്ത നല്ലൊരു ശരീരം നമുക്ക് വാർത്തെടുക്കുവാനും സാധിക്കും. എങ്കിൽ ഈ കരിഞ്ജീരകത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കരിഞ്ജീരകം മരണമൊഴികെയുള്ള മറ്റെല്ലാ രോഗത്തിനും ശമനമുണ്ട്. മരണമല്ലാത്ത മറ്റേതെല്ലാം രോഗങ്ങളുണ്ടോ, വലുതും ചെറുതുമാകുന്ന എല്ലാ രോഗങ്ങൾക്കും ശമനമുള്ള ഒരു സാധനമാണ് കരിഞ്ജീരകം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാനും ഇതുപോലെ നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുവാനും നമ്മളൊക്കെ ഒരുപാട് സൂക്ഷ്മതയോടുകൂടി ഭക്ഷണ പാനീയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ്. എങ്കിൽ കരിഞ്ജീരകം നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി മാറ്റലും അനിവാര്യമായ ഘട്ടങ്ങളാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ വെച്ച് നോക്കിയാൽ മെഡിസിൻ കഴിക്കുന്നത് പോലെ തന്നെ കരിഞ്ജീരകവും 1-2 അല്ലി ഡെയിലി രാവിലെ കഴിക്കൽ നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ പട്ടികയിൽ നാം എവരെയും ദൈവം തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ